ഹരി ഓം. ഞാൻ ചാന്ദിനി. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 700 വരെ സംഖ്യകൾ പഠിച്ചു അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പ്ലിറ്റാക്കി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ബാക്കിയുള്ളത്. അപ്പോൾ 700-ന് എന്താ പറഞ്ഞത്? 7-ന് സപ്ത, 100 വരുമ്പോഴത്തേക്ക് ശതം, സപ്തശതം. അപ്പോൾ ഇനി 701 എങ്ങനെ വരും? 1 എന്തോന്നാണ്? ഏകം, ഏകം, ഏക, ഏക എന്നും പറയാം. അപ്പോൾ ഏക പ്ലസ്, ഇനി ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് അധികമായിട്ടാണ് വരുന്നത്, കൂടുതൽ. അപ്പോൾ ഏക പ്ലസ് അധിക പ്ലസ് അത് കഴിഞ്ഞിട്ട് എന്താ? 0 കഴിഞ്ഞ് 7 ആണ്. അപ്പോൾ സപ്തശതം. അപ്പോൾ ചേർത്ത് പറയുമ്പോൾ ഏകാധി. ഇവിടെ ആയും ഇവിടെ രണ്ടായി കൂടെ ചേർന്നപ്പോൾ ദീർഘമായി. ഏകാധിക സപ്തശതം. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത എങ്ങനെ വരും? 702 എങ്ങനെ വരും? 2ക്ക് ദ്വൗ പ്ലസ് അധിക, പിന്നെ സപ്തശതം ചേർത്ത് പറയുന്നത് എങ്ങനെ? ദ്വൗ പ്ലസ് അധിക. ഇവിടെ ഔ ഉണ്ട്. ഒരു സ്വരത്തിന് മുമ്പ് എ ഓ ഐ ഔ വരികയാണെങ്കിൽ അതെന്തായി മാറും? അവ് ആയി ആവായി മാറുന്നൊരു നിയമമുണ്ട്. അപ്പം ഇവിടെ ഔ വരുമ്പോൾ ഇത് ആയി മാറും. അപ്പം ദ്വയധിക, ദ്വ വരുമ്പോൾ അയ്യാകുമ്പോൾ ദ്വയധിക ഐ വന്നു. ഇവിടെ ഐ വന്നു. അപ്പം ദ്വയധിക സപ്തശതം. അടുത്ത 703 ആണെങ്കിലോ? ത്രയ പ്ലസ് അധിക, ത്രയധിക, അല്ലെങ്കിൽ 3 പ്ലസ് അധിക, ത്രിയധിക എന്ന് വരാം. അല്ലെങ്കിൽ ത്രയ പ്ലസ് അധിക, ത്രയധിക, 3 പ്ലസ് അധിക ചേർത്ത് പറയുമ്പോൾ ത്രയധിക സപ്തശതം. ത്രയധിക സപ്തശതം. 704 ആണെങ്കിലോ? ചതുഹു പ്ലസ് അധിക, ചതുരധിക സപ്തശതം. ഇനിയുള്ളതൊക്കെ പ്രയാസമില്ല. പഞ്ചാമം 705 ആകുമ്പോൾ പഞ്ചാധിക, പ്ലസ് അധിക, പഞ്ചാധിക സപ്തശതം. 706 ആകുമ്പം ഷഡ് പ്ലസ് അധിക, ഷഡധിക. ഇപ്പോൾ 706 വരുന്നത് ഷഡ് പ്ലസ് അധിക പ്ലസ്, അപ്പോൾ എങ്ങനെ വരും? ഷഡധിക സപ്തശതം. ഷഡധിക സപ്തശതം. ഇനി 706 ആണെങ്കിലോ? 707 ആണെങ്കിലോ? സപ്താധിക, സപ്ത പ്ലസ് അധിക, സപ്താധിക സപ്തശതം. 708 ആണെങ്കിലോ? അഷ്ട പ്ലസ് അധിക, അഷ്ടാധിക സപ്തശതം. 709 നവ പ്ലസ് അധിക, നവാധിക സപ്തശതം. 710 ദശാധിക സപ്തശതം. 710 എങ്ങനെ? ദശാധിക, ദശ പ്ലസ് അധിക, ദശാധിക. ദശ പ്ലസ് അധിക സപ്തശതം. 711 ഇങ്ങനെ ഏകാദശാധിക സപ്തശതം. 712
712 ആകുമ്പോഴത്തേക്ക് ദ്വാദശാധിക അങ്ങനെ വരും. അടുത്തത് 712 ദ്വാദശാധിക, ദ്വാദശ പ്ലസ് അധിക, അപ്പോൾ ചേർത്ത് പറയുമ്പോൾ ദ്വാദശാധിക സപ്തശതം. 713 ത്രയോദശയാണ്. അപ്പോൾ ത്രയോദശ പ്ലസ് അധിക ത്രയോദശാധിക സപ്തശതം. 714 ചതുർദശാധിക 14 സപ്തശതം. 715 പഞ്ചദശാധിക സപ്തശതം, പഞ്ചദശ പ്ലസ് അധിക. 716 ഷോഡശ എന്നല്ലേ പറയുന്നത്, അപ്പോൾ ഷോഡശ പ്ലസ് അധിക ഷോഡശാധിക സപ്തശതം. 717 സപ്തദശ, അപ്പോൾ സപ്തദശാധിക സപ്തശതം. 718 അഷ്ടാദശാധിക സപ്തശതം. 719 നവദശാധിക സപ്തശതം. അപ്പം അതുവരെ, അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കിക്കോളൂ. ഇനിയുള്ളത് എളുപ്പം, പ്രയാസമില്ല. അപ്പം 10 വെച്ച് നമുക്ക് എഴുതാം. ആദ്യം ഇപ്പം 720 ആകുമ്പം പിന്നെ വിംശതിയാണ് എന്താ 20ക്ക്. അപ്പം വിംശതി പ്ലസ് അധിക ചേർത്ത് പറയുമ്പം എന്താ അധിക പ്ലസ് സപ്തശതം. അപ്പം ചേർത്ത് വിംശത്യധിക കാരണം വിംശതി പ്ലസ് അധിക അപ്പം വിംശത്യധിക സപ്തശതം. 20 സപ്തശതം എന്ന് വരും. അപ്പോൾ ഇനി അടുത്ത 721 അറിയാമല്ലോ. ഏകവിംശതിയാണ് എന്ത് 21. അപ്പം ഏകവിംശതി പ്ലസ് അധിക ഏകവിംശത്യധിക സപ്തശതം. 722 ദ്വാവിംശതി പ്ലസ് അധിക ദ്വാവിംശത്യധിക സപ്തശതം. 723 ത്രയോവിംശതി 723 വരുമ്പോൾ ത്രയോവിംശതി പ്ലസ് അധിക സപ്തശതം. അപ്പോൾ 721 ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. 23 വരുമ്പോൾ ത്രയോവിംശതി പ്ലസ് അധിക പ്ലസ് സപ്തശതം. അപ്പോൾ ഇവിടെ ത്രയോവിംശതി ചേർക്കുമ്പോൾ ത്യായി ത്രയോവിംശത്യധിക സപ്തശതം. 724 ആണെങ്കിലോ ചതുർവിംശതിയാണ് 24. ചതുർവിംശതി പ്ലസ് അധിക ചതുർവിംശത്യധിക സപ്തശതം. 725 ആണെങ്കിലോ പഞ്ചവിംശത്യധിക സപ്തശതം. 726 ഷഡ്വിംശത്യധിക സപ്തശതം. 727 സപ്തവിംശത്യധിക സപ്തശതം. 728 അഷ്ടവിംശത്യധിക സപ്തശതം. 729 നവവിംശത്യധിക സപ്തശതം. 730 ആകുമ്പോഴാണെങ്കിലോ 30ക്ക് 30 പ്ലസ് അധിക പ്ലസ് സപ്തശതം. ചേർത്ത് പറയുമ്പോൾ ത്രിംശദധിക സപ്തശതം. ത്രിംശദധിക സപ്തശതം. അടുത്ത 731 ഏകത്രിംശതാണ് 31. ഏകത്രിംശത് പ്ലസ് അധിക ഏകത്രിംശദധിക സപ്തശതം. അതറിയാം. അത് 732 ആണ്, ശ്രദ്ധിക്കുന്നത്. 732 എങ്ങനെ വരും? ദ്വൗത്രിംശത് അധിക
ദ്വൗ ത്രിംശത് അധികം എന്ന് പറയുമ്പോഴത്തേക്ക് ദ്വാത്രിംശത് ചേർത്ത് പറയുമ്പോൾ ദൗ ത്രിംശത് പ്ലസ് അധിക പ്ലസ് എന്താണ് സപ്തശതം. സപ്തശതം ചേർത്ത് വരുമ്പം ദ്വാത്രിംശതായി. ദ്വാത്രിംശത് സപ്തശതം. ദ്വാത്രിംശത് അധിക സപ്തശതം. 733 ആണെങ്കിലോ ത്രയഃ പ്ലസ് ത്രിംശത് പ്ലസ് അധിക പ്ലസ് സപ്തശതം. ഇപ്പം ചേർത്ത് പറയുമ്പോൾ ത്രയസ്ത്രിംശത്. ഇവിടെ വിസർഗമുണ്ട്. ഈ വിസർഗം സകാരമായിട്ട് മാറും. ത്രയസ്ത്രിംശതായി. ഇപ്പോൾ ത്രയസ്ത്രിംശദധിക സപ്തശതം. ഇനി 734 ആണെങ്കിലോ ചതുഹു ത്രിംശത്. ഇപ്പോൾ ചതുർസ്ത്രിംശതായി. ചതുഹു പ്ലസ് ത്രിംശത് ചതുസ്ത്രിംശത്. അത് ഇതുപോലെയാണ്. ചതുഹു പ്ലസ് ത്രിംശത് പ്ലസ് അധിക പ്ലസ് സപ്തശതം. അപ്പം ചേർത്ത് പറയുമ്പോൾ ഇതും അതുപോലെ തന്നെ ഇവിടുത്തെ സകാരമാവും. അപ്പം ഈ വിസർഗം സകാരമായി മാറി ചതുസ്ത്രിംശതായി. ത്രിംശദധിക സപ്തശതം. ചതുസ്ത്രിംശദധിക സപ്തശതം. ഇനി 735 ആണെങ്കിലോ 735 പഞ്ച. അത് പ്രശ്നമില്ല. പഞ്ചത്രിംശദധിക പഞ്ച പ്ലസ് ത്രിംശത് പഞ്ചത്രിംശദധിക സപ്തശതം. അത് കഴിഞ്ഞിട്ട് 736 ഷഡാണ്. ഷട്ത്രിംശദധിക സപ്തശതം. പിന്നെ 737 ആണെങ്കിലോ സപ്തത്രിംശത്. അതിനൊന്നും മാറ്റമില്ല. സപ്തത്രിംശദധിക സപ്തശതം. 738 ആണെങ്കിലോ അഷ്ടത്രിംശത് അധിക സപ്തശതം. പിന്നെ 739 ആണെങ്കിലോ നവത്രിംശദധിക സപ്തശതം. ഇനി 740 ആണെങ്കിലോ 740ക്ക് ചത്വാരിംശതാണ് 40ക്ക് പറയുന്നത്. ചത്വാരിംശത് പ്ലസ് അധികം ചത്വാരിംശദധിക അധിക സപ്തശതം. ചത്വാരിംശദധിക സപ്തശതം. ഇനി 740 ആണെങ്കിൽ ഏകചത്വാരിംശതാണ് 741. ഏകചത്വാരിംശത് പ്ലസ് അധികം. അപ്പോൾ ഏകചത്വാരിംശത് അധിക സപ്തശതം. 741. 742 ആണെങ്കിലോ ദ്വിചത്വാരിംശതാണ്. ദ്വിചത്വാരിംശത് അധിക സപ്തശതം. ദ്വിചത്വാരിംശദധിക സപ്തശതം.
743 ആണെങ്കിലോ 3 ചത്വാരിംശത് അധിക ഇത് 3 ആണ്. 743 3 ചത്വാരിംശത് ത്രയഃ എന്ന് വേണമെങ്കിലും പറയാം. ത്രയശ്ചത്വാരിം 3 ആണ് ശരിയാണ്. 3 ചത്വാരിംശത് അധിക സപ്തശതം. സെവൻ 44 ആണെങ്കിൽ ചതുഹു ചത്വാരിംശത് അധിക സപ്തശതം. 745 ആണെങ്കിലോ പഞ്ചചത്വാരിംശത് അധിക സപ്തശതം. 746 ആണെങ്കിലോ ഷഡ് ചത്വാരിംശതാണ്. പിന്നെ 46 ഷഡ് ചത്വാരിംശത് അധിക സപ്തശതം. 47 സപ്തചത്വാരിം. പിന്നെ 748 അഷ്ടചത്വാരിംശത് അധിക സപ്തശതം. 749 ആണെങ്കിലോ 49 നവചത്വാരിംശത് പ്ലസ് അധിക നവചത്വാരിംശത് അധിക സപ്തശതം. അപ്പോൾ 750 50 എന്താ പറയാം? പഞ്ചാശത് പ്ലസ് അധികം പഞ്ചാശത് പ്ലസ് അധിക പ്ലസ് അപ്പോൾ പഞ്ചാശതധിക സപ്തശതം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കാരണം ഓരോന്നിലും ഇതുപോലെ വരും. അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എടുത്തത്. കാരണം വലിയ നമ്പേഴ്സൊക്കെ 4 ഡിജിറ്റൊക്കെ വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 750 വരെ, അടുത്ത ദിവസം ബാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.